ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് എല്ലാ ദൈവമക്കൾക്കും ലോകരാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശവും ഒരു പ്രധാനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ആരാധനയും ഒരാചാരവും അതുപോലെ തന്നെ കുറവലങ്ങാട് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. 2026 ജനുവരി മാസം 26, 27, 28 ദിവസങ്ങളിൽ നടക്കുന്ന കപ്പലോട്ടം, കപ്പൽ പ്രദക്ഷിണം, അതുപോലെ തന്നെ ദൈവാരാധന ശുശ്രൂഷകൾ. കാരണം കാലാകാലങ്ങളായിട്ടുള്ള വലിയൊരു ആചാരമാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ചർച്ചിൽ നടക്കുന്ന കപ്പലോട്ട പ്രദക്ഷിണം. ഈ കപ്പലോട്ട പ്രദക്ഷിണം ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ചരിത്രമുണ്ട്. ഇത് ഒരുപാട് വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് കപ്പലോട്ടം. ഈ കപ്പൽ പ്രധാനമായിട്ടും ഉത്സവ ദിനത്തിൽ അല്ലെങ്കിൽ ആഘോഷ ദിനത്തിൽ 3 നോമ്പ് തിരുനാൾ നാളിലാണ് തീർച്ചയായിട്ടും ഈ കപ്പലോട്ട പ്രദക്ഷിണം. ഒരുപാട് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എണ്ണിയാൽ തീരാൻ പറ്റാത്ത ആളുകളുടെ ഒരു ജനസമൂഹത്തോടു കൂടിയാണ് ഈ കപ്പലോട്ട പ്രദക്ഷിണം കുറവലങ്ങാട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ചർച്ചിൽ നടക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ കപ്പലോട്ട പ്രദക്ഷിണം. ഇത് വളരെ ഒരുപാട് ജനങ്ങളുടെ ഒരു വലിയൊരു ആചാരമാണ്. നാനാജാതി മതസ്ഥർ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയവും അതുപോലെ തന്നെ ദേവാലയത്തിലെ ജനങ്ങളും എല്ലാവരും എല്ലാ ജനങ്ങളും എല്ലാ ജാതി മതസ്ഥരുമായി കൈകോർത്ത് ഇടപെടുന്ന ഒരു ദേവാലയമാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മയുടെ ദേവാലയം. അതുപോലെ കപ്പൽ പ്രദക്ഷിണത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് എത്രയോ പറയാനുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ചരിത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടല്ല ബ്രദർ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ സന്ദേശം ഇടുന്നത്. നമുക്കറിയുന്ന ബേസിക് നോളജ്, നമുക്കറിയുന്ന ആത്മീയ നോളജ്, നമുക്കറിയുന്ന അറിവ് വെച്ചിട്ടാണ് ഈ ഒരു സന്ദേശം ദൈവമക്കൾക്ക് വേണ്ടി തരുന്നത്. കാരണം പക്ഷേ ഇത് പ്രധാനമായിട്ട് ഞാൻ അറൗണ്ട് 2022 മുതൽ 22 അറൗണ്ട് 2023 കാലഘട്ടം മുതൽ ഇപ്പോൾ 2026 3 വർഷത്തെ ഇവിടുത്തെ ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനൊക്കെ എനിക്ക് ദൈവം പരിശുദ്ധ അമ്മ വഴി സ്വർഗീയ പിതാവ് അവസരം തന്നു. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ കുർബാനയാണെങ്കിലും വളരെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന, വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു കൂദാശയാണ്. കുർബാന എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം എന്ന് പറയുന്നത് എത്രയോ ഒരു 10,000 അറൗണ്ട് എനിക്ക് തോന്നി നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആചാരമാണ്. ഈ ആചാരം ദേവാലയത്തിൽ തുടങ്ങുന്നത് എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ വർഷത്തെ ചടങ്ങ് നടന്നത് 2026 ജനുവരി മാസം 26, 27, 28 എന്നീ ദിവസങ്ങളിൽ 3 ദിവസത്തെ ഒരു നോമ്പും ആചരണവും അതുപോലെ കപ്പൽ പ്രദക്ഷിണം അതുപോലെ തന്നെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു ദേവാലയമാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ദേവാലയം. ഈ ദേവാലയം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു ദേവാലയമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദേവാലയത്തിന് ഒരു ചരിത്രമുണ്ട്. ചരിത്രം ഇതാകുന്നു: പരിശുദ്ധ അമ്മ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ ദേവാലയമാണ് കുറവലങ്ങാട് മാതാവിൻ്റെ ദേവാലയം. കാരണം പരിശുദ്ധ അമ്മ ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിപുരാതനമായ ഒരു ദേവാലയമാണ്. വർഷങ്ങൾ പഴക്കമുണ്ട്, ഒരുപാട് ചരിത്രമുണ്ട്. ഈ ദേവാലയത്തിന് ഒരുപാട് ചരിത്രമുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ആത്മീയ നോളജിൽ എനിക്കറിയുന്ന എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കുറച്ച് സന്ദേശങ്ങളാണ് ഞാൻ ഇവിടെ തരാൻ ആഗ്രഹിക്കുന്നത്. കപ്പലോട്ട പ്രദക്ഷിണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആനന്ദവും സന്തോഷവും ലഭിക്കുന്ന ഒരു വലിയൊരു ആചാരമാണ്. കാരണം കടപ്പൂർ നിവാസികൾ എന്ന് പറയുന്ന പഴയകാല ആളുകളാണ് ഇതിൻ്റെ കപ്പലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കൺട്രോളും എല്ലാ നിയന്ത്രണവും. അതുപോലെ അവർ വന്നിട്ടാണ് ഇവിടുത്തെ ആചാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഈ കപ്പലോട്ട പ്രദക്ഷിണത്തിൽ അവരുടെ വലിയൊരു പ്രസൻറ്റേഷൻ ഇവിടെ ഉണ്ട്. ആ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ ഉള്ള ഒരു ആചാരമാണ്. ആചാരം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം.
അവസാന സമയത്ത് ആ ചരിത്രത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ ദൈവമാതാവിൻ്റെ വലിയൊരു ആഘോഷ തിരുനാളാണ് 3 നോമ്പ് തിരുനാൾ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു തിരുനാൾ. ഇത് 3 നോമ്പ് തിരുനാളാണ്. 3 നോമ്പ് തിരുനാളിൻ്റെ സമയത്ത് ആന എഴുന്നള്ളിക്കൽ, അതുപോലെ തന്നെ കപ്പലോട്ട പ്രദക്ഷിണം, അതുപോലെ വിശുദ്ധ കുർബാന, ഒരുപാട് വൈദികന്മാർ വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുന്ന, അതുപോലെ മെത്രാന്മാർ, അങ്ങനെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരൊക്കെ വന്ന് ആഘോഷ കുർബാനയാണ്. എത്രയാ 2026 ജനുവരി മാസം 27-ാം തീയതി നടക്കുന്നത്. 27, 28 എന്ന് പറയുന്ന വലിയൊരു ചൊവ്വാഴ്ച ദിവസത്തെ അന്ന് വലിയൊരു ആഘോഷ തിരുനാളാണ് നടന്നത്. അപ്പോൾ എനിക്കിതിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കുവാനും വീഡിയോ ഷൂട്ട് എടുക്കാനൊക്കെ സാധിച്ചു. അത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അതൊക്കെ കാരണം ഹൈ റിസ്ക് ആണ്. കാരണം വലിയ വലിയ മീഡിയ, വലിയ വലിയ പ്രസ്ഥാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ എങ്കിലും നമ്മുടെ പരിമിതിക്കൊത്ത രീതിയിൽ അത് ചെയ്യാനും അത് പ്രവർത്തിക്കാനും അത് കാണാനും അതിൽ പങ്കെടുക്കാനൊക്കെ പരിശുദ്ധ അമ്മ അവസരം തന്നതിനോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും നമുക്ക് എല്ലാവർക്കും ദൈവമാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും കൃപയും നന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ വലിയ ഒരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാടും മലയും പ്രദേശങ്ങളും മലമ്പ്രദേശവും ആർക്കും വേണ്ടാത്തൊരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു കുറവലങ്ങാട് എന്ന ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയാം. മേ ബി അപൂർവം ചിലർക്കറിയാം. അപ്പോൾ അവിടെ പശുവിനെയോ ആടിനെയോ എന്തോ മേയിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കാണ് പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതും അവരോട് സംസാരിക്കുന്നതും. അങ്ങനെ അതിൻ്റെ അനുഷ്ഠാനമായിട്ട് അവിടെ ഒരു കുഞ്ഞു ദേവാലയം വരികയും പിന്നീട് വലിയൊരു മാറ്റത്തിലേക്ക് സ്വർഗീയ പിതാവ് ഒരുക്കി ഒരു വലിയ വിശുദ്ധ ദേവാലയമായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കാനൊക്കെ അവസരം തന്നു. ഇതാണ് ആന എഴുന്നള്ളിക്കുക. കാരണം ആന ഗജവീരന്മാരുടെ വീരൻ്റെ ഒരു വലിയൊരു മുദ്രയോടുകൂടി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് അത് വിശുദ്ധ കൊടിമരത്തിലേക്ക് ആ മാതാവിൻ്റെ ആഘോഷത്തോട് കൂടിയിട്ട് കൊടിമരത്തിൽ അത് സ്ഥാപിക്കുകയും പിന്നീട് 3 നാൾ തിരുനാൾ കഴിഞ്ഞ് 4-ാം ദിവസം കൊടിമരം ഇറക്കുകയും പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപം ഇറക്കി അത് വിശുദ്ധിയോട് കൂടിയിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക എന്നത് വലിയൊരു ആചാരമാണ് ഇവിടുത്തെ. അപ്പോൾ ആനയിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു രൂപം ഗജവീരൻ്റെ നെറ്റിപ്പട്ടവുമായി സഞ്ചരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. ആ ദൃശ്യത്തിൽ നമുക്കറിയാം ഒരുപാട് ജനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് വലിയൊരു തിരുനാളാണ് ഇവിടെ നടക്കുന്നത്. ആ തിരുനാളിൽ നമുക്ക് കാണാം ഒരുപാട് ജനസമൂഹം തന്നെയാണ്, ജനസാന്ദ്രതയാണ് ഇവിടെ നടക്കുന്നത്. അത്രയേറെ ആചാരങ്ങൾ നിറഞ്ഞ ഒരു വലിയൊരു അനുഷ്ഠാന കലയാണ്, അനുഷ്ഠാനമായ ഒരു കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആനയുടെ മുമ്പേ അറിയാൽ നെറ്റിപ്പട്ടം കെട്ടി ഗജവീരൻ്റെ ആ വലിയൊരു എഴുന്നള്ളത്തിലൂടെ ഒരുപാട് താലപ്പൊലികളും അതുപോലെ വാദ്യഘോഷവും അങ്ങനെ വലിയ ഒരു കടപ്പൂർ നിവാസികൾ എന്നാണ് അവരുടെ ചരിത്രം. കടപ്പൂർ നിവാസികളുടെ ആ ചരിത്രപരമായ അവരുടെ ആ പാരമ്പര്യത്തിലേക്ക് പരിശുദ്ധ അമ്മ അവസരം കൊടുത്ത് ആ ഒരു കപ്പലോട്ട പ്രദക്ഷിണമൊക്കെ ആന എഴുന്നള്ളിക്കും കപ്പലോട്ട പ്രദക്ഷിണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആത്മീയ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 പങ്കെടുക്കാൻ പറ്റാത്ത മക്കൾ 2027 വന്ന് പങ്കെടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു കുർബാനയെങ്കിലും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നോക്കുക. തീർച്ചയായിട്ടും ആ നിയോഗത്തിന് പരിശുദ്ധ അമ്മ സ്വർഗീയ പിതാവ് വഴി പരിശുദ്ധ ദൈവമാതാവ് നമ്മൾ അനുഗ്രഹിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറഞ്ഞു. കാരണം ആന എഴുന്നേറ്റ് ഇപ്പോൾ നിൽക്കുന്ന ആന എവിടെയാണെന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട ദേവാലയ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ്. ദേവാലയ കവാടത്തിൽ നിന്നും ആന എഴുന്നള്ളി പരിശുദ്ധ അമ്മയെ വണങ്ങുന്നൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റുക. പരിശുദ്ധ അമ്മയെ വണങ്ങി നേരെ ആന തിരിഞ്ഞ്
ദേവാലയം ചുറ്റി സഞ്ചരിക്കുകയും ദേവാലയത്തിലെ എല്ലാ മേഖലകളിലേക്കും സഞ്ചരിച്ച് ദേവാലയത്തിൻ്റെ കുരിശിൻ തൊട്ടിയിലേക്ക് പോകുകയും അവിടെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രസൻറ്റേഷൻ, വലിയൊരു സാന്നിധ്യം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഭക്തജനങ്ങളുടെ തിരക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, പൊടി വാരിയിട്ടാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയേറെ ജനസാന്ദ്രത, ജനസമൂഹങ്ങൾ, നാനാവിധ ജാതി മതസ്ഥർ പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രവൃത്തിയോട് ചേർന്ന്, ആചാരത്തോട് ചേർന്ന്, അനുഷ്ഠാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യത്തിൽ ഗജവീരനെ നമുക്ക് കാണാം. ആ ഗജവീരൻ പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെക്കാൾ എത്രയോ 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 വിവേകം ആനയ്ക്കുണ്ട് നോക്കുക. മനുഷ്യന് പോലും ഇത്രയേറെ ദൈവമാതാവിനെ വണങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ ദേവാലയം വണങ്ങുന്ന ആ ഗജവീരനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം, നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ആനന്ദം എത്ര ചെറുതാണോ എത്ര വലുതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ എത്രയോ വലുതാണ്. അപ്പോൾ ആ വീരൻ്റെ ആ യാത്ര അകമ്പടിയോടുകൂടി പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള യാത്ര നമുക്ക് വളരെ ആനന്ദവും സന്തോഷവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കാണാം, ജനങ്ങളുടെ ആ ഒരു സമുദായത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ആളുകളുടെ ഒരു കൂട്ടം, ഒരു വലിയൊരു ജനസമൂഹമാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ജനമാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നാനാവിധ ജാതി മതസ്ഥരുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ചേർന്ന ഒരു വലിയൊരു ജനസമൂഹമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കപ്പലോട്ട പ്രദക്ഷിണം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷം തരുന്ന, ഐക്യം തരുന്ന, സമാധാനം തരുന്ന ഒരു ഘോഷയാത്രയാണ്. കാരണം കൂടുതൽ ഹിന്ദുക്കളാണ് ഇപ്പോൾ ആ കപ്പലോട്ട പ്രദക്ഷിണത്തിൻ്റെ എല്ലാ പങ്കും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് കടപ്പൂർ നിവാസികളാണ്. അപ്പോൾ കടപ്പൂർ നിവാസികൾ എന്ന പണ്ടത്തെ മത്സ്യമേഖലകളിലേക്ക് മത്സ്യം വഹിച്ചുകൊണ്ടും മത്സ്യം വിറ്റുകൊണ്ടൊക്കെ ജീവിച്ച ഒരു ജീവിത രീതിയിലുള്ള ആളുകളായിരുന്നു കടപ്പൂർ നിവാസികൾ. കാരണം അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് ഒരുക്കിയ വലിയൊരു അത്ഭുതമാണ് ഇതിൻ്റെ ചരിത്രം. കപ്പലോട്ടം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ചരിത്രമാണ്. കാരണം കപ്പലോട്ടം എന്ന് പറയുന്നത് വെറുതെ ഒരു നേരം പോക്കിനുള്ള ഒരു ചടങ്ങല്ല. അതൊരു പരിശുദ്ധമായ ഒരു വിശുദ്ധമായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹവും വലിയൊരു ബ്ലെസ്സിങ്ങും ഉള്ളൊരു കാര്യമാണ്. കാരണം ഈ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആചാരമോ അനുഷ്ഠാനമോ മാത്രമല്ല. കാരണം ഇതൊരു ജനസമൂഹത്തിൻ്റെ, ഒരു ജനാവലിയുടെ സന്തോഷമാകുന്നു. ആ സന്തോഷത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയെങ്കിൽ വലിയൊരു കാര്യമാണ്. ഇവിടെ ജാതിയോ മതമോ വംശമോ പാരമ്പര്യമോ ഒന്നുമില്ല. ഇവിടെ എല്ലാവരും ഐക്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സാഹോദര്യ ബന്ധത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ കപ്പലോട്ട പ്രദക്ഷിണവും. അതുപോലെ ദേവാലയത്തിന് ചുറ്റും ആന എഴുന്നള്ളിച്ചുള്ള ചടങ്ങും, അതുപോലെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്രയൊക്കെ അറിയാലോ. ആ 3 ദിവസങ്ങളിൽ ഇവിടെ വലിയൊരു ജനസമൂഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറിയാലോ, ആ കപ്പൽ വഹിച്ചുകൊണ്ട് പോകുന്ന യാത്ര എത്ര വലിയ ഭാരമേറിയ കപ്പലാണെന്നറിയാം. ഒരുപാട് ഭാരമേറിയ കപ്പൽ. അത് ജനങ്ങൾ തോളിലേറ്റി ആഘോഷത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന ഒരു വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു ചടങ്ങാകുന്നു. ആ ചടങ്ങിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ അവസരം ദൈവം തരുന്നതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് കാണാനും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാനും ഈ ദേവാലയം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനും ഈ പ്രദക്ഷിണമൊക്കെ കാണുവാനും ദൈവമാതാവ് അവസരം തന്നതിനെ ഓർത്ത് ദൈവമാതാവിനോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ജനസമൂഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുറവലങ്ങാട് പള്ളിയുടെ വലിയൊരു ചരിത്ര കഥയാണ് കപ്പലോട്ട പ്രദക്ഷിണം. അതുപോലെ തന്നെ ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത് CA 345 കാരണം എത്രയോ വർഷം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈ കപ്പലോട്ട പ്രദക്ഷിണം. ഈ കപ്പലോട്ട പ്രദക്ഷിണത്തിലേക്ക് നമുക്ക് ഓരോരുത്തരേക്കും അതിൻ്റെ സന്തോഷം ആനന്ദിക്കാൻ പിതാവ് അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കപ്പൽ പ്രദക്ഷിണം അതിവിശിഷ്ടമായ ഒരു വലിയ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ആചാരമാകുന്നു. ആചാരത്തിലേക്ക് ദൈവമാതാവ് നമ്മളെ അവസരം തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ദേവാലയം മർത്തമറിയം ദേവാലയം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കുറവലങ്ങാട് എന്ന ഈ സ്ഥലത്തെ
ഓർത്ത് നമുക്ക് ദൈവമാതാവിനോട് നന്ദി പറയാം. ദൈവമാതാവ് ഇങ്ങനെ ഒരു ദേവാലയം ഇവിടെ നമുക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നാനാവിധ ജാതി മതസ്ഥർക്ക് വേണ്ടി അമ്മയുടെ സ്നേഹം നമുക്ക് തരുന്നതിനെ ഓർത്ത് നമുക്ക് അമ്മയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അമ്മ തന്നിരിക്കുന്ന, ഈശോ വഴി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരത്തില്ല. കാരണം അമ്മ വഴിയാണ് ഞാനും ഈശോയിലേക്ക് വന്നത്. ഈശോയെ കൂടുതൽ അറിയാൻ സാധിച്ചത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ വലിയൊരു സ്നേഹമാണ്, അമ്മയുടെ സാന്നിധ്യമാണ്. കുറവലങ്ങാടിൻ്റെ പഴയ പേര് ശരിക്കും പറഞ്ഞാൽ കുറവൻകാട് എന്നായിരുന്നു. കാരണം അത് അങ്ങനെ ഒരു കാടും മലയും നിറഞ്ഞ ഒരു ഹൈ റേഞ്ച് പ്ലേസ് ആയിരുന്നു. ആ പ്ലേസിനെ വിശുദ്ധീകരിച്ച് ഇന്ന് നല്ലൊരു അഭിഷേകമുള്ള, അനുഗ്രഹമുള്ളൊരു പ്ലേസ് ആക്കി തമ്പുരാൻ കർത്താവ് ഒരുക്കി തന്നു എന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ തന്നെ പള്ളി വീട്ടിൽ ചാണ്ടി മെത്രാനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പണ്ടത്തെ പഴയ കാലത്തെ മേൽനോട്ടക്കാരൻ. ചാണ്ടി മെത്രാനാണ് ഈ ചർച്ചിൻ്റെ എല്ലാവിധ മേൽനോട്ടവും എല്ലാവിധ കൺട്രോളിങ്ങും ഉണ്ടായിരുന്നത്. ദൈവനാമത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. CE 345 ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. 1954 ഇന്നത്തെ രൂപം കൈവരിച്ച് ഈ പള്ളിയെ ദൈവമാതാവ് നമ്മുടെ കരങ്ങളിലേക്ക്, മനുഷ്യത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കി തന്നത്. അതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പുതുക്കി പണിതത് 1954 പുതുക്കി പണിതത്. പഴയ പള്ളിയുടെ അൽത്താരയും റാത്തലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇപ്പോഴും ആ ഒരു പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഇപ്പോഴും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളും ഈ ദേവാലയത്തിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ അൾത്താരയും അതുപോലെ തന്നെ എല്ലാ മേഖലയും വളരെ വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷം കിട്ടുന്ന രീതിയിലാണ് എല്ലാം അലങ്കരിച്ചത്. അതിൻ്റെ അകത്തളമൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പല രൂപവും ഭാവവും എല്ലാ ചിത്രപ്പണികളും ചേർന്ന വളരെ ഭംഗിയുള്ള, നമുക്ക് കാണുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന, ഒരു അഭിഷേകം കിട്ടുന്ന, അതുപോലെ തന്നെ സന്തോഷം, സമാധാനം ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു അഭിഷേകത്തോട് കൂടിയാണ് ഇൻസൈഡ് എല്ലാ സെറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഗജവീരൻ്റെ ആ സാന്നിധ്യത്തോടു കൂടിയുള്ള പരിശുദ്ധ അമ്മയുടെ ആ അകമ്പടിയും പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്ഥാനവും നമുക്ക് കാണാൻ പറ്റും. തിരുക്കുരിശിൻ്റെ അടുത്തേക്ക് വരികയും അവിടെ തിരുക്കുരിശിന് വട്ടമിട്ട് ചുറ്റി സഞ്ചരിക്കുന്ന ആനയെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആ പരിശുദ്ധ ദേവാലയം നമുക്ക് കാണാൻ, ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ എത്രത്തോളം ആനന്ദം ലഭിക്കുന്നു. ഗജവീരൻ്റെ യാത്രയും അതുപോലെ തന്നെ കപ്പലോട്ട പ്രദക്ഷിണവും ഒക്കെ നമുക്ക് അനുഗ്രഹത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നു. കാരണം കടപ്പൂർ നിവാസികളുടെ ആ ആഘോഷം അത് ജനപ്രവാഹത്തിന് സന്തോഷവും അതുപോലെ ജനങ്ങൾക്ക് അനുഗ്രഹവും പുണ്യവും അഭിവൃദ്ധിയും തരുന്ന ഒരു വലിയൊരു തീർത്ഥയാത്രയാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ ഈ ഒരു ചടങ്ങിലേക്ക്, ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചതിനെ ഓർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ കൽക്കുരിശിൻ്റെ ചുറ്റുമുള്ള ആനയുടെ തിടമ്പെഴുന്നള്ളിക്കലും അതുപോലെ കൽക്കുരിശുമായിട്ട് ചുറ്റും അത് കറങ്ങിത്തിരിച്ച് ദേവാലയത്തിൻ്റെ ആനവാതിലേക്ക് വരുന്ന ദൃശ്യവും കാണുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ലഭിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഈ ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ കൽക്കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയം കൂടിയാണ്. ഒരുപാട് വലുപ്പമുള്ള, ഏറ്റവും അഭിഷേകമുള്ള, അനുഗ്രഹമുള്ള ഒരു കൽക്കുരിശ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ എല്ലാ സൗകര്യങ്ങളോടും ചേർന്ന പലവിധ രീതിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്. അതുപോലെ ചെറിയ പള്ളി, വലിയ പള്ളി, അങ്ങനെ കുർബാന കൂദാശയൊക്കെ നടത്തുന്ന ഒരുപാട് ആചാരങ്ങൾ ഇവിടെ ദേവാലയത്തിലുണ്ട്. യോനാ പ്രവാചകൻ്റെ കടലിലെ ജീവിതവും അതുപോലെ തന്നെ ആ ആചാരവുമാണ് കപ്പലോട്ട പ്രദക്ഷിണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. മത്സ്യം യോനാ പ്രവാചകനെ തുപ്പുന്ന രംഗം പോലും നമുക്ക് ഈ മത്സ്യത്തിൻ്റെ ഈ കപ്പലോട്ട പ്രദക്ഷിണത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. കപ്പലിൻ്റെ മാതൃക ഒരു കാലത്ത് തുറമുഖമായിരുന്ന കടപ്പൂരിലെ നാവികർ സംഭാവന ചെയ്തതാണെന്നാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും കടപ്പൂർ നിവാസികളുടെ സംഭാവനയാണ് ഈ കപ്പൽ എന്നാണ് ഐതിഹ്യം, പുരാതന കാലത്തിൽ ആളുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആനയിലേക്ക് തിരിച്ചു വരാം. ഗജവീരൻ
പരിശുദ്ധ അമ്മയുടെ രൂപവുമായിട്ടുള്ള ആ ആഘോഷം പോകുന്നത് കൽക്കുരിശിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദൃശ്യമാണ്. അതുപോലെ തന്നെ കപ്പൽ പ്രദക്ഷിണം അത് നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു ദൃശ്യവുമാണ്. അതുപോലെ തന്നെ ഇവിടെ മണിമാളിക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന 3 വിശുദ്ധ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണി എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കമേറിയ പള്ളിമണിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യകേരളത്തിലെ പ്രശസ്തമായ ഒരു മറിയൻ തീർത്ഥാടന കേന്ദ്രമാണ് പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയം. മർത്ത മറിയം പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇതിൽ ഒരുപാട് നമുക്ക് ചരിത്രത്തിൽ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാകുന്നു. കാരണം വിശുദ്ധ ബലി എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ്. പുണ്യഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആനയുടെ ആ ഘോഷയാത്രയോട് കൂടിയുള്ള ഈ തിരുനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സന്ദേശം കേൾക്കുവാനും ഇത് മനസ്സിലാക്കാനും സാധിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ അലങ്കരിച്ച ആനയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെയും ജനസമൂഹത്തെയും നമുക്ക് കാണാം. 3 നോമ്പ് തിരുനാൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ അവസരം ദൈവമാതാവ് ഒരുക്കി തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ വിശ്വാസത്തിൻ്റെ കപ്പൽ പ്രദക്ഷിണം എന്ന് പറയുന്ന വലിയൊരു ആചാരമാണ്. അനന്തമായ കടൽ പോലെ വിശ്വാസികൾ ഇതിൽ ഒഴുകി നടക്കുന്ന ഒരു അതിശക്തമായ ഒരു വലിയൊരു ആചാരമാണ് ഈ കപ്പൽ പ്രദക്ഷിണം. അതുപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടം വളരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വിശന്നും ദാഹിച്ചും വലഞ്ഞ കുട്ടികൾക്ക് മാതാവ് കല്ല് അപ്പമാക്കി നൽകിയെന്നും നീരുറവ തെളിച്ച് കുടിക്കാൻ വെള്ളം കൊടുത്തുമെന്നും ഇവിടെ ഒരു ചരിത്രമുണ്ട്. അത് ഇപ്പോഴും ആ അത്ഭുത ഉറവ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നതാണ് അടുത്തൊരു വലിയൊരു അത്ഭുത കാഴ്ച. ആ പരിശുദ്ധ അമ്മയുടെ ആ രൂപം അല്ലെങ്കിൽ വിശുദ്ധമായ പരിശുദ്ധ അമ്മയുടെ രൂപം എഴുന്നള്ളിച്ചുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ കപ്പൽ ആ കൽക്കുരിശ്, ഇതാണ് വിശുദ്ധ കുരിശ്. വിശുദ്ധ കുരിശിൻ്റെ ചുറ്റും സറൗണ്ടിങ് ആയിട്ട് ആനയെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കപ്പലിനെയും പ്രദക്ഷിണം വെച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ജനസമൂഹമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എത്രത്തോളം ജനങ്ങൾ വസിക്കുന്നു, എത്രത്തോളം ജനങ്ങൾ വരുന്നു. നാനാവിധ ജാതി മതസ്ഥർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിലും പല മേഖലകളിൽ നിന്നും ജനങ്ങൾ വന്ന് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന അതിവിശുദ്ധമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കന്യകാമറിയത്തെ കുറവലങ്ങാട് മുത്തിയമ്മ എന്നാണ് ഭക്തജനം വിളിച്ചു വരുന്നത്. AD 105 ദേവാലയം നിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. 2018 ജനുവരി 21 കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുറവിലങ്ങാട് പള്ളിയെ സീറോ മലബാർ സഭയിലെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കുറവിലങ്ങാട് പള്ളി വികാരി ആർച്ച് പ്രൈസ്റ്റായി മാറി എന്നാണ് ചരിത്രം പറയുന്നത്. ചെറിയ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ചെറിയ പള്ളിയിൽ പ്രധാന പള്ളിയുടെ പിൻവശത്താണ് ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. തിരുശേഷിപ്പ് റോമിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് അൽത്താരയിലെ മാർത്തോമാ സ്ലീഗ പേടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വൈദിക മന്ദിരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദേവാലയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒറ്റക്കൽ കുരിശ്, അത് വലിയൊരു കാര്യമാണ്. ഈ ഒറ്റക്കൽ കുരിശിൻ്റെ ചുറ്റുമാണ് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ചടങ്ങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവാലയം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ പരിശുദ്ധമാണ്, എത്രയോ വിശുദ്ധമാണ്. അതുപോലെ വാതിൽപ്പുര, മണിമാളിക, അങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കപ്പൽ പ്രദക്ഷിണത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് വലിയൊരു ആചാരവും വലിയൊരു അനുഷ്ഠാനമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. കപ്പൽ പ്രദക്ഷിണത്തെക്കുറിച്ചും അതിൻ്റെ ചടങ്ങിനെക്കുറിച്ചും നമുക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. യോനാ പ്രവാചകൻ്റെ നിനവേ യാത്രയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം കടപ്പൂർ നിവാസികളുടെ നേതൃത്വത്തിൽ വലിയ പള്ളിയിൽ നിന്നും കപ്പൽ മുറ്റത്തെത്തും. തുടർന്ന് തിരുസ്വരൂപങ്ങൾക്കും
മുന്നിലായി പ്രദക്ഷിണത്തിന് തുടക്കം കുറിക്കുന്നു. വലിയ പള്ളിയുടെ മുറ്റത്ത് കപ്പൽ ആടി ഉയലുമ്പോൾ ചെറിയ പള്ളിയിൽ നിന്നും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത്. ആ പ്രദക്ഷിണം എന്ന് പറയുന്നത് അതിൽ വലിയൊരു ആചാരവും വലിയൊരു ബ്ലെസ്സിങ്ങും വലിയൊരു അനുഗ്രഹവും കിട്ടുന്ന ഒരു ചടങ്ങാണ്. വലിയ പള്ളിയുടെ മുറ്റത്ത് കപ്പൽ ആടി ഉയലുമ്പോൾ ചെറിയ പള്ളിയിൽ നിന്നും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കും. പള്ളിമുറ്റത്തെ വിശ്വാസ സാഗരത്തിൽ ആടി ഉയലിന് ശേഷം പടവുകളിലിറങ്ങി കപ്പൽ കുരിശിൻ തൊട്ടിയിലെത്തും. തുടർന്ന് കപ്പലിൽ നിന്നും യോനാ പ്രവാചകൻ രൂപം പുറത്തേക്ക് എറിയും. ഇതോടെ കടൽ ശാന്തമാകുമെന്നാണ് വിശ്വാസം. പിന്നീട് കപ്പൽ പ്രദക്ഷിണമായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ചരിത്രം. അപ്പോൾ കപ്പൽ പ്രദക്ഷിണത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് കൽക്കുരിശ്. ഒറ്റക്കൽ കൽക്കുരിശിൻ്റെ ആ ചുറ്റുഭാഗത്തുമാണ് ജനങ്ങളുടെ ജനസാന്ദ്രത നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രത്തോളം ജനങ്ങൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നും ഈ ജനങ്ങളുടെ ഒരു കൂട്ടം നമ്മൾ എണ്ണിയാൽ തീരാൻ പറ്റത്തില്ല. എത്രയോ ജനങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതും പള്ളിയുടെ ചുറ്റുപാട് മുതൽ പള്ളിയുടെ അങ്കണം എല്ലാം ചുറ്റുപാടും സറൗണ്ടിങ് ഏരിയ, ആ ഒറ്റക്കൽ കുരിശിൻ്റെ സറൗണ്ടിങ് ഏരിയ, എല്ലാ മേഖലകളും ജനങ്ങളുടെ വലിയൊരു തിക്കും തിരക്കുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കപ്പൽ പ്രദക്ഷിണത്തിന് നമുക്ക് പങ്കെടുക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളിലേക്കും കുടുംബത്തിലേക്കും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടപ്പോരും കപ്പലും അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന കടപ്പൂർ നിവാസികൾക്ക് കപ്പലുകളിൽ ഒരെണ്ണം പുറം കടലിൽ കാറ്റിലും കോളിലും പെട്ടുപോയി. അവർ മുത്തിയമ്മയോട് പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മുത്തിയമ്മയോട് അവിടെ ആ പ്രയാസ സമയത്ത്, ആ ബുദ്ധിമുട്ട് സമയത്ത്, ആ ക്രൈസിസ് സമയത്ത്, ആ അപകട സിറ്റുവേഷനിൽ അവർക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവർ മുത്തിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി മുത്തിയമ്മ അവരെ അനുഗ്രഹിച്ചു എന്നും അതുപോലെ ആ അപകടത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് വരെ സംരക്ഷിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. കുറവലങ്ങാട് പള്ളി തിരുനാളിന് എഴുന്നള്ളിക്കാൻ കപ്പൽ സമർപ്പിക്കാമെന്ന് നേർച്ച നേർന്നു. യോനാ പ്രവാചകനോടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു. കടൽ ശാന്തമായി. അങ്ങനെ കടപ്പൂർ നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പൽ എന്നാണ് ഐതിഹ്യം പറയുന്നത്. കടപ്പുകാരുടെ ഊരാണ് കടപ്പൂരായി മാറിയതെന്നും വിശ്വാസികൾ പറയുന്നു. കാരണം കടപ്പൂർ നിവാസികളാണ് ഈ കപ്പലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കൺട്രോളും എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അവരാണ് ഇവിടെ ഈ കപ്പൽ പ്രദർശനത്തിൽ അന്നത്തെ ദിവസമെല്ലാം ഉപവാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ കപ്പൽ പ്രദർശനത്തിൻ്റെ എല്ലാ ചടങ്ങും അവരാണ് നിർവഹിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അതാണ് കടപ്പൂരും കപ്പലും തമ്മിലുള്ള വ്യത്യാസം. കാരണം കടപ്പൂർ നിവാസികളാണ് ഈ കപ്പലിൻ്റെ വലിയൊരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. അത് ദൈവമാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അമ്മയുടെ ആ ബ്ലെസ്സിങ് അവർക്ക് ലഭിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും അതുപോലെ ചടങ്ങിൽ പങ്കെടുക്കുവാനൊക്കെ ദൈവം അവർക്ക് അവസരം കൊടുത്തതിനെയോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പിതാവായ ദൈവം അവസരം തന്നതിനെയോർത്ത് നമുക്ക് നന്ദി പറയാം. അതുപോലെ ആനയും തീവെട്ടിയും കപ്പൽ പ്രദക്ഷിണത്തിന് ഗജവീരന്മാർ അകമ്പടി സേവിക്കും. തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് നടക്കുന്ന പ്രദക്ഷിണത്തിന് തീവെട്ടിയും അകമ്പടിയും ഉണ്ടാകുമെന്നാണ് ചരിത്രം പറഞ്ഞത്. അതാണ് ഇവിടുത്തെ വലിയൊരു ചരിത്രം. അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് നമുക്ക് ദൈവം അവസരം തന്ന ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇതാണ് നമ്മുടെ കൽക്കുരിശിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഘോഷയാത്ര. അത് വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ്. നല്ല ഭാരം പേറിയുള്ള ഒരു യാത്രയാണത്. ഇതാണ് ഒറ്റക്കൽ കുരിശ് എന്ന് പറയുന്നത്. കാരണം അതിപുരാതനമായ ഒരു ആചാരമാണ്. ഇവിടെ എണ്ണയൊഴിക്കൽ ചടങ്ങുണ്ട്. കാരണം നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ നേർച്ചയുള്ള മക്കൾ ഇവിടെ എണ്ണയൊഴിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച് പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ച ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം ലഭിച്ച ചരിത്രമുണ്ട്. ജീവിതത്തിൽ തകർച്ച അനുഭവപ്പെടുന്ന മക്കൾ ചേർത്ത് പിടിച്ച മാതാവിൻ്റെ വലിയ ചരിത്രമുണ്ട്. അതുപോലെ കണ്ണുനീരും പരിഭവമായിട്ട് അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ അമ്മ പ്രിയ പുത്രനോട് പറഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് അവരെ അനുഗ്രഹിച്ച ചരിത്രമുണ്ട്. അതുപോലെ ജീവിതത്തിൽ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആരെങ്കിലും ആട്ടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ അനുഗ്രഹിച്ച ഒരുപാട് ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തന്നെ അതിനുള്ളൊരു സാക്ഷ്യമാണ്. അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സ്നേഹം ലഭിക്കാറുണ്ട്.
അമ്മയുടെ ആ വലിയൊരു പവിത്രമായ സ്നേഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ദാഹിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് ഈശോയിലേക്ക് സഞ്ചരിക്കാം. ഈശോയുടെ ആ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മയിൽ നിന്ന് നമുക്ക് ഈശോയിലേക്കുള്ള വഴിയും ഈശോയുടെ സ്നേഹവും ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഈ ഒരു വലിയൊരു ആചാരത്തിലേക്ക് നമുക്ക് അവസരം തന്ന ആ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ആചാരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എത്രത്തോളം ജനസമൂഹമാണ്, എത്രത്തോളം വലിയ ജനസാന്ദ്രതയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ വിശ്വാസം പകർന്നു തരുന്ന ഒരു വലിയൊരു ചടങ്ങാണ് ഈ കപ്പലോട്ട പ്രദക്ഷിണവും ഈ ആന എഴുന്നള്ളിക്കും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന. ഇന്നത്തെ ദിവസത്തെ ആ കുർബാനയിൽ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം രാവിലെ 10:30 ചേർന്ന കുർബാന അറൗണ്ട് 12:45 1 മണിയോട് കൂടി കുർബാന അവസാനിച്ചു. 1 മണി മുതൽ 1 മണിക്ക് ശേഷമാണ് നമുക്ക് ഈ കപ്പലോട്ട പ്രദക്ഷിണം കാണാൻ സാധിക്കുന്നത്. അത് വലിയൊരു ആചാരമാണ്, വലിയൊരു അനുഷ്ഠാനമാണ്. ഈ ആചാരാനുഷ്ഠാനത്തോട് നമുക്ക് ചേർന്നിരുന്ന് നമുക്കെല്ലാവർക്കും ദൈവമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ ഈ മാതാവിൻ്റെ ഈ വലിയൊരു ആഘോഷ തിരുനാളിലേക്ക് നമുക്ക് അവസരം തന്ന കന്യകാമറിയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ തിരുശോഷിപ്പ് ഈ കർമ്മത്തിലേക്ക് ദൈവമേ ഞങ്ങളെല്ലാവരെയും കാണിച്ച അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തെ ഓർത്തും ആ വലിയൊരു ചടങ്ങിനെ ഓർത്തും നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജനങ്ങളുടെ ഈ യാത്രയിൽ നമുക്കെല്ലാവർക്കും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയൊരു ആഘോഷപരമായ ഈ ചടങ്ങിലേക്ക് നമുക്ക് അവസരം തന്ന ദൈവത്തോടും ദൈവമാതാവിനോടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ തീർത്ഥജലം തളിച്ചിട്ടാണ് നമുക്ക് ഈ ആചാരങ്ങളെല്ലാം ഇവിടെ ഒരുക്കുന്നത്. ഈ കപ്പൽ തന്നെ തീർത്ഥജലം തളിച്ച് വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ കപ്പൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇവർ കടപ്പൂർ നിവാസികൾ ഈ ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വലിയൊരു അതിസാന്ദ്രമായ ജനത്തിൻ്റെ വലിയൊരു സന്തോഷവും ജനത്തിൻ്റെ വലിയൊരു ആഘോഷവുമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കപ്പലോട്ടവും അതുപോലെ ഗജവീരൻ്റെ യാത്രയുമാണ്. ആ ഗജവീരൻ്റെ ആ വലിയൊരു യാത്ര നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണല്ലോ. അത് നമുക്ക് ഇപ്പോൾ ഈ കൽക്കുരിശ് വട്ടം കറങ്ങി ദേവാലയത്തിലേക്കുള്ളൊരു യാത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദേവാലയത്തിൻ്റെ പടികൾ കയറുമ്പോഴും അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് വിശുദ്ധ കുർബാനയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി പരിശുദ്ധ കുർബാനയോടുകൂടി ചെയ്യുന്ന ഈ കർമ്മത്തിന് നമുക്ക് സാക്ഷികളാവാൻ അവസരം തന്ന ദൈവത്തോട് നന്ദി പറയാൻ. ജനങ്ങളുടെ ഈ സാന്ദ്രത, ജനങ്ങളുടെ ഈ സമൂഹങ്ങളുടെ ഈ വിശ്വാസത്തെ ഓർത്ത് നമുക്ക് ദൈവമാതാവിനോട് നന്ദി പറയാം. ഈ ദേവാലയം നമുക്ക് കാണുമ്പോൾ തന്നെ എത്രത്തോളം സന്തോഷവും എത്രത്തോളം ആത്മാനന്ദവുമാണ് ലഭിക്കുന്നത്. ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹം എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഓരോ സമുദായത്തിലേക്കും ഓരോ സമൂഹത്തിലേക്കും ജനങ്ങളിലേക്കും എന്നും എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസം എന്നും എപ്പോഴും ജനങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടും ദൈവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു സ്പിരിച്വൽ സന്ദേശം ഇഷ്ടമായെങ്കിൽ അത് മറ്റു മേഖലകളിലേക്കും മറ്റു വ്യക്തികളിലേക്കും മറ്റു പ്രസ്ഥാനങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ദൈവമാതാവിൻ്റെ ഈ ശുശ്രൂഷ ഒരുപാട് മക്കൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടിയിട്ടും ഈ ദേവാലയം നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ലെങ്കിലും ഇതിലൂടെ കാണാനും അതുപോലെ തന്നെ സന്ദേശങ്ങൾ കേൾക്കാനൊക്കെ അവസരം തന്ന ദൈവമാതാവിനോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിഹായെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ ഒരു പ്രവൃത്തിയിലേക്കും ആ ഒരു ചടങ്ങിലേക്കും നമ്മളെ അവസരം തന്ന പരിശുദ്ധ അമ്മ മാതാവിനോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ വലിയൊരു ചടങ്ങിലേക്ക് ഈ എഴുന്നള്ളിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തോട് നമുക്ക് വണങ്ങി പ്രാർത്ഥിക്കാം. ഈ ഗജവീരൻ്റെ ആ എഴുന്നള്ളത്തോടു കൂടിയിട്ട് ചെണ്ടമേളത്തോടുകൂടി വാദ്യഘോഷത്തോടുകൂടി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ വലിയൊരു ചടങ്ങിലേക്ക് നമുക്ക് പിതാവായ ദൈവം അവസരം തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ കപ്പൽ പ്രദക്ഷിണം നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എത്രയോ ഭാരമേറിയ, എത്രയോ ഹെവി വെയിറ്റുള്ള ഒരു കപ്പലാണ്. ഈ
കപ്പൽ കണ്ടോ ആടി ഉയലുന്നു, ആഘോഷത്തിൻ്റെ തിരുവൻ്റെ ആ സന്തോഷത്തിൻ്റെ ആ അലയടിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതിന് നമുക്ക് വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആനന്ദമാണ്. ആ ആനന്ദത്തിലൂടെ ജനങ്ങൾ നോക്കുക, ജനങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ കടപ്പൂർ നിവാസികളുടെ ആ വലിയൊരു കൂട്ടായ്മയും അവരുടെ ആ സന്തോഷവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നാനാവിധ ജാതി മതസ്ഥരെ സ്നേഹിക്കുന്ന ദൈവമാതാവിൻ്റെ വലിയൊരു ആഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് ചേർന്ന് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുറവലങ്ങാട് എന്ന സ്ഥലത്താണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. വിശുദ്ധ കുരിശിൻ്റെ വലിയൊരു ശക്തി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെബസ്റ്റോണിയൻസ് പുണ്യാളൻ, അതുപോലെ ഗീവർഗീസ് പുണ്യാളൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അമ്പലമണി 3 മണികളുണ്ട്. ഏറ്റവും വലിയ ഇതാണ്. അത് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുള്ള ഈ ദേവാലയം സന്ദർശിക്കാനും ഇവിടെ ഒരു വിശുദ്ധ കുർബാന കാണുവാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കുമെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ തീർത്ഥാടനത്തിൽ ഒന്നാണ്. ഈ തീർത്ഥാടനത്തിൽ വന്ന് ഒരു കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ പുണ്യമാണ്. ദൈവത്തിൻ്റെ ആ വലിയൊരു അത്ഭുതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയിലേക്ക് നിങ്ങൾക്ക് ദൈവം അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ഒരു അടയാളമാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. കപ്പൽ പ്രദക്ഷിണത്തിൻ്റെ ആ സാഹചര്യത്തിലേക്ക്, അവസാനത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവമാതാവ് ഈ ഒരു ശക്തി ഇവർക്ക് കൊടുത്തതിനോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഗജവീരൻ്റെ ആ യാത്ര നമുക്ക് കാണുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും അവസരം തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹാലേലുയ, ഹാലേലുയ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാ മക്കൾക്കും കുടുംബത്തിലും നിറയട്ടെ. സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകരാജ്യങ്ങളിലെ എല്ലാ മക്കളിലേക്കും ഈ ശുശ്രൂഷ അമ്മ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ.